ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാർ ആണ് മക്കളെ. 7 മാർക്ക് നേടിയെടുക്കാൻ പോകുന്നു, അതും വെറും 7 മിനിറ്റില്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. സോ 7 മിനിറ്റിൽ നമ്മൾ 7 മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. സോ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. നമ്മൾ 8 CBSEയിലെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആയ മൈക്രോ ഓർഗാനിസം, ഫ്രണ്ട് ആൻഡ് ഫോർ എന്ന സെക്കൻഡ് ചാപ്റ്ററിലെയും ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മാച്ച് ദി അഗ്രികൾച്ചറൽ ടൂൾ ഇൻ കോളം എ വിത്ത് ദെയർ യൂസസ് ഇൻ കോളം ബി. ബിയിൽ യൂസസും എയിൽ എന്താണ് ടൂളുമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സിക്കിൾ ആണ്, നമ്മുടെ അരിവാളാണ് സിക്കിൾ എന്ന് പറയുന്നത്. സിക്കിൾ കൊണ്ട്, അരിവാൾ കൊണ്ട് നമുക്കറിയാം ഹാർവെസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുക അല്ലെ, എന്താ പറയുക, കൊയ്തെടുക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പോൾ വിളവെടുക്കുന്നതിന് ഹാർവെസ്റ്റിംഗ് എന്നാ പറയാ. അപ്പോൾ സിക്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഹാർവെസ്റ്റിംഗ് നടത്തുന്നു, അതാണ് അവിടെ വരുന്നത്. പിന്നെ അടുത്തത് ഹോ എന്ന് പറയുന്ന ടൂള്, മൺവെട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലോവ് ചെയ്യാം, നന്നായിട്ട് ഭൂമി ഇളക്കി മറിക്കാൻ വേണ്ടി പറ്റും. പ്ലോവിംഗ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത നോക്കിക്കേ, സീഡ് ഡ്രില്ലാണ്. സീഡ് ഡ്രിൽ എന്ന് പറയുന്നത് നമുക്കറിയാം വിത്ത് വിതയ്ക്കാനായി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് സീഡ് ഡ്രിൽ. സോവിങ് ഓഫ് ദ സീഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ലാസ്റ്റത്തെ അത് ഓൾറെഡി അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സ്പ്രിങ്ക്ലർ എന്ന് പറയുന്നത് ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളത് പഠിച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കുന്നത് വഴി നമ്മൾ നേടിയെടുത്തു 2 മാർക്ക്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. വാട്ട് ആർ വീഡ്സ്, ഹൗ ക്യാൻ വി കൺട്രോൾ ദം? വീഡ്സ് എന്ന് പറഞ്ഞാൽ കളകളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെടിയുടെ കൂടെ, നമ്മൾ വളർത്തുന്ന ക്രോപ്പിന്റെ കൂടെ വളർന്നു വരുന്ന ചില ഇനം പ്ലാന്റ്സിനെയാണ് വീഡ്സ് എന്ന് പറയുക. അവർ നമ്മുടെ ക്രോപ്പുമായിട്ട് സദാസമയം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. സൺലൈറ്റിന് വേണ്ടി, വാട്ടറിന് വേണ്ടി, നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടൊക്കെ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവും. നമ്മൾ ചെടികൾക്ക്, നമ്മുടെ ക്രോപ്പിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പക്ഷേ ഈ കളകൾ എന്ത് ചെയ്യും, ഇതൊക്കെ മോഷ്ടിച്ചെടുക്കുന്ന വെച്ചാൽ അവർ അവരുടെ ആ ഒരു ഏരിയയിൽ ഉള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, അതും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മുടെ ക്രോപ്പിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. സോ അതാണ് വീഡ്സ്. അവരൊഴിവാക്കണമെങ്കിൽ നമുക്കൊന്നുകിൽ വീഡിസൈഡ് ഉപയോഗിച്ചുകൊണ്ട്, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് കളയാം. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നമ്മൾ വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ തന്നെ ലാൻഡ് പ്രിപ്പയർ ചെയ്യും അല്ലെ, ടില്ല് ചെയ്യും. ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന വീഡ്സ് എല്ലാം നശിച്ചു പോകും. അതല്ലെങ്കിൽ നമുക്ക് ഒരു മാനുവലി ഒരു കുറുപ്പി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇതിനെ മാനുവലി റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂട്ട് ചെയ്ത് കളയാം. ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ആർ വീഡ്, ഹൗ ക്യാൻ വി കൺട്രോൾ ദം? 2 മാർക്കിന്റെ ചോദ്യമാണ്. സൊല്യൂഷൻ ഇതാണ്: വീഡ്സ് ആർ അൺവാണ്ടഡ് പ്ലാന്റ്സ് പറഞ്ഞു. ഗ്രോ എലോങ് വിത്ത് മെയിൻ പ്ലാന്റ്. മെയിൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രോപ്പ് തന്നെയാണ്. ഇന്ററപ്റ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത്. നമ്മുടെ ക്രോപ്പിന്റെ വളർച്ചയെ എന്ത് ചെയ്യും, അത് തടസ്സപ്പെടുത്തുന്നു. അതാണ് വീഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ്? വീഡിസൈഡ് ഉപയോഗിക്കുക. കെമിക്കൽസ് ആണ്. ടില്ലിംഗ് ബിഫോർ പ്ലാന്റിങ്. ക്രോപ്പ് പ്ലാന്റ് ചെയ്യുന്നത് ടില്ല് ചെയ്യുന്ന സമയത്ത് വീഡ്സ് ഒക്കെ റിമൂവ്ഡ് ആയി പോയിക്കോളൂ. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ക്യാൻ ബി റിമൂവ്ഡ് മാനുവലി. നമുക്ക് തന്നെ മാനുവലി കുർപ്പി എന്ന് പറയുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ഇതിനെ റിമൂവ് ചെയ്ത് കളയാം. വിച്ച് എൻറ്റെയിൽസ് റെഗുലർ അപ്രൂട്ടിങ് ഓർ കട്ടിങ് ഓഫ് വീഡ്സ് ക്ലോസ് ടു ദ ഗ്രൗണ്ട്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വീടിനെ ഒന്നുകിൽ അടിക്കുന്നേ മുറിച്ച് കളയാം, അല്ലെങ്കിൽ വേരോടെ പിഴുതെറിഞ്ഞ് നമുക്ക് ഒഴിവാക്കി കളയാം. അടുത്ത ചോദ്യം: വാട്ട് ആർ ആന്റിബയോട്ടിക്സ്? നല്ല ചോദ്യം. വാട്ട് പ്രിക്കോഷൻ മസ്റ്റ് ബി ടേക്കൺ വൈൽ ടേക്കിംഗ് ദം? അതായത് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെഡിസിൻ ആണ്. പക്ഷേ ഇത് എവിടെ ഉപയോഗിക്കുന്നത്, ആർക്കെതിരെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ ഇത് ഉപയോഗിക്കുന്നത് മൈക്രോ ഓർഗാനിസത്തിനെതിരെയാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയത്തിൽ നിന്നും ഫംഗസിൽ നിന്നും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെഡിസിൻസ് ആണ് ആന്റിബയോട്ടിക്സ്. ഇത് പ്രധാനമായും ബാക്ടീരിയൽ ഡിസീസിനെതിരെയാണ് നമ്മൾ ഉപയോഗിക്കുക. നോക്കിക്കോളൂ. They are chemical substance which are obtained from microorganism either kill or inhibit growth of other microbes. മറ്റു സൂക്ഷ്മജീവികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. ആന്റിബയോട്ടിക്സ് ആർ കോമൺലി മെയ്ഡ് ഫ്രം ബാക്ടീരിയ ഫഞ്ചയിൽ നിന്നാണ് സ്വാഭാവികമായും സാധാരണയായി ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. എക്സാമ്പിൾ സ്ട്രെപ്റ്റോമൈസിനും, ടെട്രാസൈക്ലിനും, എറിത്രോമൈസിനും, പെനിസിലിനും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിളായിട്ട് പറയാം ഫോർ ആന്റിബയോട്ടിക്. ഇനി പ്രിക്കോഷൻ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആന്റിബയോട്ടിക് കൺസ്യൂം ചെയ്യുമ്പോൾ? ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു സ്കിൽഡ് ഫിസീഷ്യന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞിട്ട് വേണം നിങ്ങൾ ആന്റിബയോട്ടിക് കഴിക്കാൻ. തോന്നിയതുപോലെ എന്ത് ചെയ്യരുത്, ആന്റിബയോട്ടിക് കഴിക്കരുത്. രണ്ടാമത് പറയുന്നത് എന്താണ്? കറക്റ്റ് ഡോസേജ് മാത്രം നമ്മൾ കഴിക്കരുത്. ഡോസേജ് കൂടാനോ കുറയാനോ പാടില്ല. പിന്നെ ടൈം പീരീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പറയുന്ന കോഴ്സ്, ഡോക്ടർമാർ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ചിത്രത്തിലെ ഇമേജ് ഏത് ക്വസ്റ്റ്യൻ അതാണ്. വാട്ട് ഡസ് ദ ഗിവൺ ഇമേജ് ഷോ? അപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടാൽ തന്നെ നമുക്ക് പറയാം ഇത് വേര് ആണെന്ന് നമുക്ക് മനസ്സിലായി. കുറേ മുഴകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ടാണ്. റൂട്ട് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ് ആണെന്ന് വളരെ പെട്ടെന്ന് തന്നെ കണ്ടാൽ അത് മനസ്സിലാവും. റൂട്ട് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ്, പയറുവർഗ്ഗങ്ങളുടെ വേരുകളാണ് ഈ കാണുന്നത്. ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ടിന്റെ പ്രത്യേകത അവിടെ റൂട്ട് നോഡ്യൂൾസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ. റൂട്ട് നോഡ്യൂൾസ് ഉണ്ട്, ഓക്കെ, തടിപ്പുകൾ കാണപ്പെടുന്നുണ്ട്. ആ റൂട്ട് നോഡ്യൂൾസിൽ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയം കുടികൊള്ളുന്നുണ്ട്. റൈസോബിയം എന്ന ബാക്ടീരിയം കുടികൊള്ളുന്നു. അവരെന്താ ചെയ്യുക? അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ സോയിലിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ആളാണ് അല്ലേ. അറ്റ്മോസ്ഫറിക് നൈട്രജനെ ചെടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നേരിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അറ്റ്മോസ്ഫറിക് നൈട്രജനെ നേരിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അവർക്ക് പിന്നെ എങ്ങനെയാണ് ന്യൂട്രിയൻസ് കിട്ടുക? ഈ പറഞ്ഞിരിക്കുന്ന നൈട്രജൻ കിട്ടുക സോയിലിലൂടെ എടുക്കുകയാണ് ചെയ്യുക അല്ലേ, നൈട്രജൻ കോമ്പൗണ്ട് ആയിട്ട്. അപ്പോൾ നൈട്രജനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഫിക്സ് ചെയ്ത് മണ്ണിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്ന ആരാണ്? ഇത്തരത്തിലുള്ള ബാക്ടീരിയ. അപ്പോൾ ലെഗ്യൂമിനസ് പ്ലാന്റിന്റെ റൂട്ട് നോഡ്യൂളിൽ കാണുന്ന റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ സൊല്യൂഷൻ ഇതാ തന്നിരിക്കുന്നു. ചിത്രം ഏതായിരുന്നു? ചിത്രം എന്താണ്? റൂട്ട് ഓഫ് ലെഗ്യൂമിനസ് പ്ലാന്റ് ആണ്. The given image is of roots of leguminous plant with root nodules. റൂട്ട് നോഡ്യൂൾസും കൂടി നമുക്ക് അവിടെ കാണാം. ആ റൂട്ട് നോഡ്യൂൾസിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്തുണ്ട്? റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചോദ്യത്തിൽ കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഈ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ചോദ്യത്തിന് 1 മാർക്ക്, അതിന് മുന്നേ ഉള്ളതിന് 2 മാർക്ക്, പിന്നെ 2 മാർക്ക്, പിന്നെ വീണ്ടും 2, 2, 2, 4, 4, 2, 6, 6, 1, 7. അപ്പോൾ 7 മിനിറ്റ് കൊണ്ട് നമ്മൾ ഉറപ്പിച്ചു 7 മാർക്ക്. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.